ഞാൻ പറഞ്ഞത് നിസാരപ്പെട്ട ഉദാഹരണമാണ്. ജോലിയൊന്നും ആയില്ലയോ, നീ വെല്ലച്ചാതെ അവനൊരു ജോലി കിട്ടിയാൽ പിറ്റേ ദിവസം തൊട്ട് ചോദിക്കാൻ തുടങ്ങും, നീ പെണ്ണൊന്നും കിട്ടിയില്ലയോ? പെണ്ണ് കിട്ടി 1 വർഷം തികയുന്നതിന് ചോദിക്കാൻ തുടങ്ങും, കുഞ്ഞുങ്ങളൊന്നും. പിന്നെ ഒരു 3-4 ഗൈനക്കോളജിസ്റ്റുകളുടെ നമ്പർ നമ്മളങ്ങോട്ട്, നിങ്ങളുടെ ഇടവകയിൽ ഈ പരിപാടികൾ നിങ്ങൾ നിർത്തണം. മറ്റുള്ളവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ത്വരയങ്ങ് നിർത്തിയിട്ട് അവനെ മുറിവുകളെ സൗഖ്യമാക്കാൻ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് തിരികെ വരണം. നമ്മൾ എത്ര പേരത് ചെയ്യുന്നുണ്ട്? നമ്മൾ കാരണം എത്ര പേര് ഇതിൽ നിന്ന് അകന്നു പോയെന്ന് ചിന്തിക്കുന്നിടത്ത് വേണം നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ. ഇന്നത് നടക്കാത്തത് നമ്മുടെ ഇടയിൽ വലിയൊരു പ്രതിസന്ധിയാണ്. അത് ഓർത്തിരിക്കണം. ഇവിടെ ഈ ജനം എന്ത് ചെയ്തു? ഇത്രയും നാൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയവരാണെങ്കിൽ അവർ തങ്ങളിലേക്ക് തന്നെ നോക്കിയിട്ട് മറ്റുള്ളവനെ സൗഖ്യമാക്കുവാൻ, അവനെ ആശ്വസിപ്പിക്കുവാൻ, ദുഃഖത്തിലും വിലാപത്തിലുമായിരിക്കുന്ന അവനെ ഒന്ന് കരുതുവാനായിട്ട് ശ്രമിച്ചു. സ്വർഗരാജ്യം എന്താ? നമ്മൾ പോകാനിരിക്കും, അല്ലയോ?